കൊറോണ വൈറസിന് ജനിതക മാറ്റം സംഭവിച്ച് അതിപ്പോൾ പൂർവാധികം ശക്തിയോടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വിവരം നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. ജനിതക മാറ്റം അഥവാ മ്യൂട്ടേഷൻ സംഭവിച്ചതിലൂടെ ഈ കൊറോണ വൈറസ് കൂടുതൽ അപകടകാരിയായി മാറിയോ, അല്ലെങ്കിൽ ഈ മ്യൂട്ടേഷൻ സംഭവിച്ചതിലൂടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊറോണ വൈറസിന് വന്നത് എന്നുമുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ കോവിഡ് രോഗം വന്നു മാറിയവർക്ക് ഇപ്പോൾ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിസീസ് മ്യൂക്കോമൈസോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ്, ഈ ഒരു ഡിസീസ് പിടിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഈ രണ്ട് കേസസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമുക്കിപ്പോൾ വരെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയുമുണ്ട് ഒരുപാട് സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്, ഒരുപാട് റിപ്പോർട്ട്സ് എല്ലാം വരാനുണ്ട്. അപ്പോൾ ഓരോ ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് എത്തിക്കുന്നതായിരിക്കും. കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഡിസംബർ ഫസ്റ്റ് വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ സദേൺ ഇംഗ്ലണ്ടില് കൊറോണ വൈറസിന്റെ റേറ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഒരു വൈഡ് സ്പ്രെഡ് തന്നെ അവിടെ നടക്കാൻ തുടങ്ങി. സാധാരണ ഉണ്ടായ ആ ഒരു കേസസിനെക്കാളും വലിയൊരു ഇൻക്രീസ് ആണ് അവിടെ സംഭവിച്ചത്. ഓരോ ദിവസവും 10,000-ലേറെ കേസസുകളാണ് സദേൺ ഇംഗ്ലണ്ടിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് അവർ സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത് കൊറോണ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചു, അതായത് ജനിതക മാറ്റം സംഭവിച്ചു എന്ന്. ഈ ഒരു വൈറസ് സ്ട്രെയിൻ ഇപ്പോൾ ഇറ്റലിയിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊറോണ വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചു എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറസുകളുടെ ഒക്കെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA അല്ലെങ്കിൽ DNA ആണ്. ഇതിൽ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു RNA വൈറസ് ആണ്. ഇതുവരെ 6ഓളം തരത്തിലുള്ള COVID-19 വൈറസുകളാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്ട്രെയിൻസ് ആണ്. ആദ്യമേ ഇത് ഡിസ്കവർ ചെയ്തപ്പോൾ തന്നെ S സ്ട്രെയിൻ ആയിരുന്നു, പിന്നീട് L സ്ട്രെയിൻ, G സ്ട്രെയിൻ, GR സ്ട്രെയിൻ, GH സ്ട്രെയിൻ എന്നൊക്കെയായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈറസുകളിലൊക്കെ മ്യൂട്ടേഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഹ്യൂമൻ പോപ്പുലേഷനിൽ വൈറസ് സർക്കുലേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴും, റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അതിന്റെ ഒരു എക്സാക്ട് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ റെപ്ലിക്കേഷൻ സംഭവിക്കുമ്പോഴും അവിടെയെല്ലാം മ്യൂട്ടേഷൻ നടക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഈ മ്യൂട്ടേഷൻ വഴി തന്നെയായിരുന്നു ആദ്യമേ മൃഗങ്ങളിൽ കയറിയ കൊറോണ വൈറസ് പിന്നീട് മനുഷ്യരിലേക്ക് പകർന്നു പിടിച്ചതും. അതുപോലെ തന്നെ D614 എന്ന മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസ് ആണ് ഇപ്പോൾ G614 എന്ന് മ്യൂട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരു വൈറസിന്റെ കേസ് നമുക്ക് സങ്കല്പിക്കാം. ഒരു സിംഗിൾ വൈറസിൽ തന്നെ നിയർലി 30,000 ന്യൂക്ലിയോടൈഡ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ജീനിലെ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചാൽ തന്നെ അവിടെ മ്യൂട്ടേഷൻ നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സിന് എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചാൽ തന്നെ അവിടെ മ്യൂട്ടേഷൻ നടന്നു എന്നാണ് അർത്ഥം. ഇനി നമ്മൾ എല്ലാവരും ഭയക്കുന്നത് പോലെ തന്നെ ഈ കൊറോണ വൈറസ് ഈ മ്യൂട്ടേഷൻ സംഭവിച്ചതിലൂടെ പൂർവാധികം ശക്തി പ്രാപിച്ച് അതിനിപ്പോൾ ഇരട്ടി ഡിസ്ട്രക്റ്റീവ് പവർ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കിനി നോക്കാം. മ്യൂട്ടേഷനിലൂടെ ചില ചേഞ്ചസ് ഒക്കെ എന്തായാലും ഉണ്ടാകും. അത്തരത്തില് ഈ ജനിതക മാറ്റം വന്ന ഈ കൊറോണ വൈറസിന്റെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക് ആണ് ഇത് കുറച്ചുകൂടി വിറുലന്റ് ആയി എന്നുള്ളത്. അതായത് വലിയ തോതിൽ തന്നെ ഇത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മ്യൂട്ടേഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളായ UK-യിലും സൗത്ത് ആഫ്രിക്കയിലും ഇറ്റലിയിലും ഒക്കെ ഇത് വളരെയധികം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. നേരത്തെ ഒക്കെ അവിടെ എത്രത്തോളമാണോ ഇതിന്റെ സ്പ്രെഡ് നടന്നത് അതിലും 70% കൂടിയിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ സ്പ്രെഡ്. അപ്പോൾ ഈ മ്യൂട്ടേഷനിലൂടെ നമ്മൾ പേടിക്കേണ്ടതും ഇതിന്റെ വൈഡ് സ്പ്രെഡ് തന്നെയാണ്. നേരത്തെ പറഞ്ഞു ഈ വൈറസുകളൊക്കെ മ്യൂട്ടേറ്റ് ചെയ്യുക എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ മ്യൂട്ടേഷനിലൂടെ ഇതിന്റെ ഡിസ്ട്രക്റ്റീവ് പവർ കൂടും എന്നൊന്നുമില്ല. മെഡിക്കൽ സയൻസ് എല്ലാം പറയുന്നത് 99% ഈ മ്യൂട്ടേഷനും ഹാർംഫുൾ അല്ല, ഡേഞ്ചറസ് അല്ല എന്നാണ്. ഈ ഒരു മ്യൂട്ടേഷനിലൂടെ അത് അച്ചീവ് ചെയ്യുന്ന ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു ഇതിന്റെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു സ്പ്രെഡ്, ഒരു വൈഡ് സ്പ്രെഡ്. അത് ഈ കൊറോണ വൈറസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ മരണനിരക്ക് കൂടും എന്നൊന്നുമില്ല. അപ്പോൾ സയന്റിസ്റ്റ് എല്ലാം എത്തിച്ചേരുന്ന ഒരു നിഗമനം ഇതാണ്, ഇതൊരു വൈഡ് സ്പ്രെഡ് ആണെങ്കിൽ പോലും ഇതിന്റെ ഈ ഒരു മ്യൂട്ടേഷൻ വഴി ഇതിന്റെ മരണനിരക്ക് കൂടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത്. പക്ഷെ ഇതിന്റെയും ഒരു വ്യക്തമായിട്ടുള്ള, ഒരു പൂർണ്ണമായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കും. കാരണം വ്യക്തമായിട്ടുള്ള സ്റ്റഡീസിനും റിപ്പോർട്ട്സിനും ഒക്കെ ശേഷമേ അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഉത്തരം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെയും വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെയും കാണാം, അല്ലെങ്കിൽ അതിന്റെ അപ്ഡേറ്റ് നമുക്കിനി ലഭിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് നമുക്കിനി കണ്ടു തന്നെ അറിയണം മോർട്ടാലിറ്റി റേറ്റ് കൂടുവോ കുറയുവോ എന്ന്.
H1N1 അതുപോലെ തന്നെ ഡെങ്കിപ്പനി ഇതൊക്കെ നമുക്കറിയാം ആദ്യ കാലങ്ങളിലൊക്കെ വളരെ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള മാരകമായ ഡിസീസ് ആയിരുന്നു. ഒരുപാട് പേരുടെ മരണത്തിന് ഈ ഡിസീസുകളെല്ലാം കാരണമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതിപ്പോ ലെസ് ഹാർംഫുൾ ആണല്ലേ. നമുക്കറിയാം ഇതിപ്പോ ഈ ഡെങ്കിപ്പനി മൂലം H1N1 മൂലം ഒന്നും അധികം മരണനിരക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ മ്യൂട്ടേഷൻ ആണ്. കാരണം ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA വൈറസ് ആണ്. ഈ DNA വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ച് അത് ലെസ് ഹാർംഫുൾ ആയിട്ട് മാറി. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ മ്യൂട്ടേഷൻസും ഒന്നും അധികം ഡേഞ്ചറസ് അല്ല. ഇനി കൊറോണ വൈറസിന്റെ മ്യൂട്ടേഷൻ സംഭവിച്ചത് അധികം ഡേഞ്ചറസ് അല്ല എന്ന് സയന്റിസ്റ്റ് ഒക്കെ അഭിപ്രായപ്പെടുന്നതിന്റെ മറ്റൊരു കാരണം ഇതാണ്. ഈ കൊറോണ വൈറസിന്റെ നമ്മൾ ഇമേജ് കണ്ടിട്ടുള്ളത് മറ്റേ മുള്ളൊക്കെ പോലെ നിൽക്കുന്ന ഇമേജസ്. അപ്പോൾ അതാണ് ആ മുള്ളാണ് അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു മുള്ളാണ് സ്പൈക്ക് പ്രോട്ടീൻസ്. ഇപ്പോൾ ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മുള്ള് പോലെ നിൽക്കുന്നതാണ് സ്പൈക്ക് പ്രോട്ടീൻസ്. ആ സ്പൈക്ക് പ്രോട്ടീൻസിലല്ല മ്യൂട്ടേഷൻ സംഭവിച്ചത് എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ശരിക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സ്പൈക്ക് പ്രോട്ടീൻസിലെ മ്യൂട്ടേഷൻ സംഭവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹാർംഫുൾ ആകുമായിരിക്കും എന്നായിരുന്നു സയന്റിസ്റ്റ് ഒക്കെ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഈ സ്പൈക്ക് പ്രോട്ടീൻസിലെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഈ മ്യൂട്ടേഷൻ അത്ര ഹാർംഫുൾ അല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ സയന്റിസ്റ്റും മെഡിക്കൽ സയൻസും എല്ലാം എത്തി നിൽക്കുന്നത്. എന്നാലും ഇതിന്റെ ഒരു ഒരു പൂർണ്ണ രൂപം നമുക്കിനി വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. ഇനിയും എല്ലാവരിലും ഉള്ള ഒരു പ്രധാന ഡൗട്ട് ഇതായിരിക്കും. നമ്മളിപ്പോ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് വാക്സിൻ. ഇപ്പൊ ഡിസ്കവർ ചെയ്തിട്ടുള്ള വാക്സിൻ അധികം താമസിയാതെ തന്നെ ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങും അല്ലെ. അപ്പോൾ ഈ ഒരു വാക്സിൻ ഈ മ്യൂട്ടേഷൻ സംഭവിച്ച കൊറോണ വൈറസിനൊക്കെ എത്രത്തോളം ഫലപ്രദമാകും എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അല്ലെങ്കിൽ ഇതൊന്നും ഫലപ്രദമാകില്ല എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ചിലവരുടെ മനസ്സിലെങ്കിലും കാണും. അപ്പോൾ ഇതിന്റെ ഒരു ഉത്തരം സയന്റിസ്റ്റുകളും മെഡിക്കൽ സയൻസും എല്ലാം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്പൈക്ക് പ്രോട്ടീൻസിന്റെ കേസ് നമുക്ക് ഒന്നുകൂടെ എടുക്കാം. അപ്പോൾ ഈ സ്പൈക്ക് പ്രോട്ടീൻസ്, അതായത് ഈ മുള്ളു പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ സംഭവം, അതാണ് സ്പൈക്ക് പ്രോട്ടീൻസ്. ആ സ്പൈക്ക് പ്രോട്ടീൻസ് സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഡിസ്കവർ ചെയ്ത ഈ ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഈ സ്പൈക്ക് പ്രോട്ടീൻസിനെ തുരത്താൻ കപ്പാസിറ്റി ഉള്ള ഒന്നാണ്. അതായത് ഈ സ്പൈക്ക് പ്രോട്ടീൻസ് സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്യാതിരിക്കാൻ, അതിനെ തുരത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു വാക്സിൻ ആണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ ഈ സ്പൈക്ക് പ്രോട്ടീൻസിന് മ്യൂട്ടേഷൻ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഇത് എഫക്റ്റീവ് ആകും എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരു കൺക്ലൂഷൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞു ഇതിന് ഇത്രയും ഇൻഫർമേഷൻ, ഇതിൽ ഇപ്പൊ ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കുള്ള ഒരു പ്രതീക്ഷ നമ്മൾ കൈവിടണ്ട. ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ കൊറോണ വന്ന് മാറിയവർക്ക് ഇപ്പോൾ ബ്ലാക്ക് ഫംഗസ് എന്നൊരു അസുഖം പിടിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലും ഗുജറാത്തിലും അഹമ്മദാബാദിലും ഒക്കെ ഇപ്പോൾ ഇതിന്റെ കേസസ് ഇപ്പോൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ അഹമ്മദാബാദിൽ 9 മരണവും ഈ ബ്ലാക്ക് ഫംഗസ് മൂലം സംഭവിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് അസ്വസ്ഥതകളെല്ലാം പല രോഗികളും ഈ ബ്ലാക്ക് ഫംഗസ് പിടിച്ച രോഗികളെല്ലാം പ്രകടമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ കോവിഡ് വന്ന ആ ഒരു ടൈമിൽ കോവിഡിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരുപാട് മെഡിസിൻസും അതുപോലെ തന്നെ സ്റ്റീറോയിഡ്സും എല്ലാം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴി ഈ കോവിഡിനെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചധികം വീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ബ്ലാക്ക് ഫംഗസ് കയറി പിടിക്കുന്നത്. നമുക്കറിയാം നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എടുത്താലും നമ്മൾ വഴി കൂടെ പോകുന്ന എല്ലാ രോഗങ്ങളും നമ്മളെ കയറി പിടിക്കും. അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് ഫംഗസിന്റെ കേസിലും. കോവിഡ് വന്ന് മാറി ഇമ്മ്യൂണിറ്റി ആ സമയത്ത് ഒരു ഭയങ്കര ലോ സ്റ്റേജ് ആയിരിക്കും. ആ ഒരു ടൈമിലായിരിക്കും ഈ ബ്ലാക്ക് ഫംഗസ് കയറി പിടിക്കുന്നത്. ഈ രോഗം വന്നാൽ നമ്മളെ ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ലങ്സിനായിരിക്കും. അതുപോലെ തന്നെ സ്കിൻ ഡിസീസിന് ഇത് കാരണമാകും. ഒരുപാട് ബേൺസും കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ സംഭവിക്കും. ഏറ്റവും കൂടുതൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഡൽഹിയിലും ഗുജറാത്തിലും ഒക്കെ ഒരുപാട് ഈ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ആ രോഗികളൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് പോലെ ബ്ലൈൻഡ്നെസ് ആയിരുന്നു. അതായത് ഈ ഒരു രോഗം വന്നാൽ അവരുടെ കാഴ്ചശക്തി കംപ്ലീറ്റ്ലായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഡെഡ്ലിയസ്റ്റ് ഡിസീസ് തന്നെ ആയിട്ട് വേണം നമ്മൾ കരുതുവാൻ. ഇതിനെതിരെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിക്വേഷൻസ് ഒക്കെ എടുക്കേണ്ടതാണ്. ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതാണ്. ഇത് പക്ഷെ മനുഷ്യരിൽ നിന്ന് ആനിമൽസിലേക്കോ ഒന്നും പകരില്ല. ഇത് എയറിലുള്ള ഫംഗൽ സ്പോർട്സ് ശ്വസിക്കുന്നതിലൂടെ പകരുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെയധികം പ്രിക്വേഷണറി മെഷേഴ്സ് ഇതിനെതിരെയും എടുക്കുവാൻ ഒരിക്കലും മറന്നു പോകരുത്. നമുക്ക്
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോവിഡ് വന്നു പോയവരാണെങ്കിൽ പോലും എനിക്കിനി ഒന്നും സംഭവിക്കില്ല, കോവിഡ് വന്നു പോയി എന്നുള്ളൊരു ധാരണ മാറ്റി ഇതിനെതിരെ നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. അപ്പോൾ ഒരുപാട് നാള് കുറച്ചധികം നാള് റെസ്റ്റ് എടുത്ത്, അതുപോലെ തന്നെ ഈ ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലേക്കും ഒരുപാട് പൊടിയൊക്കെ അടിക്കുന്ന ഏരിയയിലേക്കും പോകാതിരിക്കുക. മാക്സിമം വീടിനകത്താണെങ്കിലും മാസ്ക് ധരിക്കുക. കോവിഡ് വന്ന് മാറിയവരാണെങ്കിലും മാസ്ക് ധരിക്കുക വീട്ടിനകത്ത്. അപ്പോൾ ഇതിനെ ഒരുപാട് സ്പ്രെഡ് ചെയ്യിക്കാതിരിക്കാൻ നമുക്കും ശ്രമിക്കാം. ഇപ്പോഴും നമുക്ക് ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കാം. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇനിയും ഇതിനെതിരെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് പലരിലും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ചിലർ വിചാരിക്കും പുതിയ വൈറസ് ഇതേ വന്നു എന്നുള്ള കൺഫ്യൂഷൻ വരെ നമ്മുടെ ഇടയിൽ ഉള്ളവരുണ്ട്. അപ്പോൾ അവരിലേക്കെല്ലാം നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുക്കുക സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. മാക്സിമം തെറ്റായിട്ടുള്ള ന്യൂസ് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ന്യൂസ് ഒക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഞാൻ എല്ലാ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴും ഞാൻ പറയുന്നതാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ഇൻഫർമേഷൻ, നിങ്ങൾ ഇത് കണ്ടവരാണെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞാലും കൊടുക്കുക അറ്റ്ലീസ്റ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.